നിങ്ങൾക്കറിയുന്ന പോലെ മഹാഗായകൻ പി ജയചന്ദ്രന് കേരളം വിട നൽകുകയാണ്. ഇന്നലെ രാത്രി 7:45 ആയപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മരണവാർത്ത പുറത്തു വരുന്നത്. ആ സമയത്ത് ഞങ്ങൾ കൊച്ചിയിലെ മണിയുടെ മീഡിയ സിറ്റിയിൽ ടോൾക്കെ വിസ്താര ഫ്ലോറിൽ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിൻ്റെ ചിത്രീകരണം നടക്കുകയായിരുന്നു. ഈ സമയത്താണ് അദ്ദേഹത്തിൻ്റെ വിയോഗ വാർത്ത വരുന്നത്. അക്ഷരാർത്ഥത്തിൽ ഈ ഫ്ലോർ ഒന്ന് ഞെട്ടി. അവർ ഷൂട്ടിംഗ് നിർത്തിവെച്ചു, അദ്ദേഹത്തിന് പ്രണാമം അർപ്പിച്ചു. ആ ഗാനാഞ്ജലി അർപ്പിച്ച നിമിഷങ്ങളിലേക്ക് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിൻ്റെ വേദിയിലേക്ക് നമ്മൾ വീണ്ടും ഒന്ന് കടന്നു ചെല്ലുന്നു. നമ്മളെല്ലാം ഭാവഗായകൻ എന്ന് വിളിക്കുന്ന നമ്മുടെ സ്വന്തം ജയേട്ടൻ വിട്ടുപോയെന്നൊരിക്കലും ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. അദ്ദേഹം മലയാളം മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ ഭാഷയിലും പാടിയിട്ടുള്ള, എന്താ പറയുന്നത്, നേരത്തെ പറഞ്ഞ പോലെ ഭാവഗായകനാണ് നമ്മുടെ എല്ലാം. എത്രയോ പാട്ടുകൾ, എത്ര പാട്ടുകളാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അദ്ദേഹം പാടിയ പാട്ടുകളെല്ലാം തന്നെ അതിമനോഹരങ്ങളും മാത്രമല്ല, അദ്ദേഹം പോയെന്ന് പറയുന്ന ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നില്ല. എങ്കിലും അദ്ദേഹത്തിൻ്റെ പാട്ടിലൂടെ അദ്ദേഹം ഈ ലോകം അവസാനിക്കുന്നവരെ നമ്മളോടൊപ്പം തന്നെ കാണും. ഹർഷബാഷ്പം തൂകി വർഷപഞ്ചമി വന്നു, ഇന്ദുമുഖി ഇന്നു രാവിൽ എന്തു ചെയ്യൂ നീ സഖി, എന്തു ചെയ്യൂ നീ. വളരെ ഹൃദയവേദനയോടുകൂടിയാണ് അദ്ദേഹത്തിന് ഈ 2 വരിയിലൂടെ ഞാൻ ഓർക്കുന്നത്. ഒന്നും എനിക്ക് കൂടുതൽ പറയാനില്ല. അദ്ദേഹം കഴിഞ്ഞ മാസം പോലും പാടുന്നത് കണ്ടതാണ് ഞാൻ. വിധി ഇത്രയേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് ആദരാഞ്ജലികൾ. ഗുരുവായൂരപ്പൻ്റെ പാദങ്ങളിൽ, അല്ലെ ഗുരുവായൂരപ്പനോടൊപ്പം അവിടെ അലിഞ്ഞു ചേർന്നു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ജയേട്ടൻ എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ അധികം ആത്മബന്ധമുള്ള ഒരു വ്യക്തിയായിരുന്നു. എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് സംസാരിക്കും. ഞാനും ജയേട്ടനെ ഇടയ്ക്ക് വിളിച്ച് സംസാരിക്കാറുണ്ട്. എൻ്റെ അച്ഛന് ഏറ്റവും ഇഷ്ടമുള്ള ഗായകൻ ആരാന്ന് ചോദിച്ചാൽ എൻ്റെ ജയേട്ടനായിരുന്നു. വീട്ടിൽ ജയേട്ടൻ്റെ പാട്ടുകളില്ലാത്ത ദിവസങ്ങളുണ്ടായിട്ടില്ല. ഞാൻ എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ എൻ്റെ അച്ഛൻ രാവിലെ തന്നെ ജയേട്ടൻ പാടിയ പുഷ്പാഞ്ജലി, വിഘ്നേശ്വര ജന്മനാളികേരം, ആ പാട്ട് മുതൽ തുടങ്ങും. ഇഷ്ടം പോലെ അച്ഛൻ മൂളിക്കൊണ്ട് നടന്നിരുന്നത് പലപ്പോഴും ജയേട്ടൻ്റെ പാട്ടുകളായിരുന്നു. അപ്പോൾ എനിക്ക് വളരെയധികം ഒരു അടുപ്പമുള്ള ഒരു വ്യക്തിയായിരുന്നു. ഞങ്ങൾ തമ്മിൽ പല പ്രോഗ്രാമുകളിൽ ഒരുമിച്ച് പങ്കെടുത്ത്, പ്രത്യേകിച്ച് രാജാ സാറിൻ്റെ ഷോയ്ക്കെല്ലാം പുറം രാജ്യങ്ങളെല്ലാം പോയിട്ടുണ്ട്. എപ്പോഴും വളരെ സ്നേഹത്തോടു കൂടി, യാതൊരു ജാടയുമില്ലാതെ ഡൗൺ ടു എർത്തായിട്ട് ആണ് അദ്ദേഹത്തിനോട് പെരുമാറിയിട്ടുള്ളൂ. ഒരു അച്ഛൻ മോനോട് എങ്ങനെയാണ് അതുപോലെയാണ്. ആ ഒരു വാത്സല്യമായിരുന്നു എന്നോട്. എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. എന്തായാലും അദ്ദേഹത്തിൻ്റെ ആത്മാവിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു, ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ആയിരക്കണക്കിന് പാട്ടുകൾ നമ്മുടെ മനസ്സിൽ, ഇനി അത് എത്ര തലമുറകൾ പിന്നോട്ട് പോയാലും അദ്ദേഹം ഒരിക്കലും മരിക്കുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ പാട്ടുകളിലൂടെ അദ്ദേഹം എന്നും, മലയാളി ഉള്ളിടത്തോളം അദ്ദേഹം എന്നും നമ്മുടെ എല്ലാം ഉള്ളിലുണ്ടാവും. അതാണ് സാക്ഷാൽ പി ജയേന്ദ്രൻ സാറ്. ഇന്നത്തെ തലമുറയ്ക്ക്, ഇനി വരാൻ പോകുന്ന തലമുറയിലോട്ടൊക്കെ നമ്മൾ ടോപ്പ് സിംഗറിലൂടെയൊക്കെ ഈ പാട്ടുകൾ പകർന്നു കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് നേരുകയാണ് ഈ സമയത്ത്. ഞാൻ സീസൺ 1 പങ്കെടുത്തുകൊണ്ടിരുന്ന സമയത്താണ് ജയചന്ദ്രൻ സാറിൻ്റെ പാട്ടെന്ന നിലയ്ക്ക് ആദ്യമായിട്ട് പാടിയത്. സ്വർണ്ണഗോപുര നർത്തകി ശില്പം എന്ന പാട്ടായിരുന്നു. സ്വർണ്ണഗോപുര നർത്തകീ ശില്പം കണ്ണിന് സായൂജ്യം നിൻ രൂപം. സ്വർണ്ണഗോപുര നർത്തകീ ശില്പം കണ്ണിന് സായൂജ്യം നിൻ രൂപം. ഏതൊരു കോവിലും ദേവതയാക്കും, ഏതൊരു കോവിലും
ദേവതയാക്കും ഏതു പൂജാരിയും പൂജിക്കും നിന്നെ, ഏതു പൂജാരിയും പൂജിക്കും. സ്വർണ്ണഗോപുര നർത്തകീ ശില്പം കണ്ണിന് സായൂജ്യം നിൻ രൂപം. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിൻ്റെ വേദിയിൽ പലപ്പോഴും വന്നിട്ടുള്ള ആളാണ് ജയേട്ടൻ. ജയചന്ദ്രൻ്റെ സാന്നിധ്യം കൊണ്ട് സമ്പന്നമായിരുന്നു പലപ്പോഴും ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിൻ്റെ ഫ്ലോർ. ഇനി ആ ശബ്ദമില്ല എന്നറിയുമ്പോൾ, ആ ഗായകനില്ല, ശബ്ദമുണ്ട്, തീർച്ചയായിട്ടും ആ ശബ്ദം നമ്മൾ ജീവിക്കും. ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലെ എന്നോമൽ ഉറക്കമായി ഉണർത്തരുത് എന്ന് ദേവരാജമായിട്ട് സംഗീതം കൊടുത്ത ദൂരദർശനിലെ ലളിതഗാനത്തിലൂടെ എത്രയധികം ആളുകളെയാണ് അദ്ദേഹം എന്നെ ഉണർത്തരുത് എന്ന് പറയാൻ പ്രേരിപ്പിക്കുന്നത്.